നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ 40ാംകളമാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മലപ്പുറം നൂറടി ഫ്രണ്ട്സ് ഈവനിങ് കോഫി നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഉണ്ടാക്കി തരുന്നത് ഒരു സ്പെഷ്യൽ കടിയാണ്. അതായത് ചിക്കൻ പൊക്കാവട. അത് എങ്ങനെ എളുപ്പത്തിൽ നമുക്കുണ്ടാക്കാം എന്നുള്ളതാണ്. പോകാം നമുക്ക് അതിന്റെ വീഡിയോയിലേക്ക്. ഇവിടെ 2 കിലോ ബോൺ ചിക്കൻ, അതായത് എല്ലോട് കൂടി ആ ചിക്കൻ നന്നായിട്ട് ഒരു വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും നമ്മൾ മസാല കൂട്ടി എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിൽ 1/2 കിലോ മൈദപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. 1/2 കിലോ മൈദപ്പൊടി ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏതാണ്ട് ഒരു 200 ഗ്രാം അരിപ്പൊടിയും കൂടെ നമ്മൾ ആ കൂട്ടത്തിലേക്ക് ആ മാവിന്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കൂടെ 200 ഗ്രാം കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പാകം നോക്കിയിട്ട് ആ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ആ മാവിലേക്ക്, ആ 3 മാവിലേക്ക് കൂടെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ആ ഒരു കളറും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടെ ഉഷാറാകാൻ വേണ്ടിയിട്ട് ആ ചില്ലി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആ കൂടെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. ലേശം ഗരം മസാല നമ്മൾ കൂടെ ആഡ് ചെയ്യുകയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ അതിൻ്റെ കൂടെ, ലേശം മതി കേട്ടോ, ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് സോഡാപ്പൊടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സോഡാപ്പൊടി. ഇനിയും ഈ മാവിലേക്ക് ഒരു കോഴിമുട്ട ഉടച്ചു കൊടുക്കുകയാണ്, പൊട്ടിച്ച് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് സുർക്ക കുറച്ച് ലേശം മതി കേട്ടോ, കുറച്ച് ഒഴിച്ചു കൊടുത്തു. ഇനിയും അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയും ഈ മാവ് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ മസാല മാവ് നന്നായിട്ട് റെഡി ആയി കഴിഞ്ഞു, കുഴച്ച് നല്ല പാകം ആയി കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ആ ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ മാവുമായിട്ട് നന്നായിട്ട് മിക്സ് ആക്കി വെക്കുകയാണ്. അങ്ങനെ മാവുമായിട്ട് നന്നായിട്ട് കുഴയണം കേട്ടോ. ഈ മാവും അതും ഈ ചിക്കനും എല്ലാം കൂടെ ഈ ചിക്കനെ പിടിക്കണം. ഈ മാവ് നന്നായിട്ട് കുഴച്ച് ഇനിയും നമ്മളൊരു 1/4 മണിക്കൂർ നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഈ മസാലയൊക്കെ ഈ ചിക്കനിലേക്ക് ഇറങ്ങും, അതിനുവേണ്ടിയാണ്. അതായത് ആ എരിവും മസാലകളൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ചിക്കൻ പൊക്കാവട സൂപ്പറാവും. അതുകൊണ്ടാണ് ഒരു 1/4 മണിക്കൂർ നമ്മൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എണ്ണയിൽ കിടന്ന് അത് കുറേ നേരം അത് മൊരിയണം, നന്നായിട്ട് മൊരിയണം. അപ്പോൾ നമ്മൾ ചിക്കൻ പൊക്കാവട ഇങ്ങനെ കുറേശ്ശെ നമ്മൾ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എണ്ണയിൽ നന്നായിട്ട് മുങ്ങിക്കിടന്ന് അത് നന്നായിട്ട് തിളയ്ക്കണം. ഇനിയും നമുക്ക് ഇത് വേകാനായിട്ട് കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ചങ്ങായിമാരെ, നമ്മുടെ ചിക്കൻ പൊക്കാവട റെഡിയായി കഴിഞ്ഞു. അത് നമുക്ക് കോരിയെടുക്കാം. അത് നമ്മൾ കോരി വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ നമ്മളുടെ ചിക്കൻ പൊക്കാവട റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഈ വിഭവം ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാളെ നമുക്ക് നല്ലൊരു വിഭവമായി വരാം. ബൈ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്നും പതിവ് പോലെ രാവിലെ ഇറങ്ങുകയാണ്. ഇതാണ് ഞങ്ങളുടെ റൂം പൂട്ടി ഞങ്ങൾ രാവിലെ കടയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പം ലേറ്റ് ആയിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്നലെ കിടന്നതിൽ താമസിച്ചു പോയി. അപ്പോൾ സാറിന് ഞങ്ങൾ ഇതിൽ നേരത്തെ കടയിൽ പോകുന്നതാണ്. ഇന്ന് കുറച്ച് സമയം പോയി. ഞങ്ങൾ ഇനി പെട്ടെന്ന് സ്പീഡപ്പിൽ കടയുടെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം.
കാരണം നമ്മളുടെ കസ്റ്റമർ രാവിലെയൊക്കെ വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുക്കണ്ടേ. അപ്പം രാവിലെ തന്നെ ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. നേരെ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി കടയിൽ വെച്ച് തന്നെ കുക്കിങ്ങും കാര്യങ്ങളും പെട്ടെന്ന് നടത്തണം. അപ്പോൾ അതിനുള്ള പോകാനായിട്ട് റെഡി ആവുകയാണ്. ഞങ്ങളുടെ ബൈക്കിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ബൈക്കിൽ നേരെ കടയിലേക്ക് പോവുകയാണ്. അപ്പം ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടൗണായ കോട്ടപ്പടിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ആദ്യമേ. അപ്പോൾ അങ്ങനെ കോട്ടപ്പടിയിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ റെഡിയാവുകയാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ വെജിറ്റബിൾസും അതുപോലെ തന്നെ മറ്റ് പലചരക്ക് സാധനങ്ങളും എല്ലാം ഞങ്ങൾ വാങ്ങുന്നത്. പിന്നെ രാവിലെ തന്നെ നമ്മൾ ചിക്കന്, ബീഫ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങി എല്ലാം റെഡിയാക്കി കാര്യങ്ങൾ പെട്ടെന്ന് സ്പീഡപ്പ് ആക്കട്ടെ. അപ്പം ഞങ്ങൾ പോവുകയാണ്. വെറൈറ്റി കാണുന്നത് അപ്പോൾ അരി രണ്ട് ജനത ഇപ്പോൾ ഞങ്ങൾ 100 അടി പാലത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 100 അടി കഴിഞ്ഞ് മൈലപ്പുറം എത്തി. ഞങ്ങൾ അങ്ങനെ കോട്ടപ്പടിയിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ സാധനം വാങ്ങി ഉടനെ തന്നെ തിരിച്ചു പോരുകയാണ്.
ആ എവിടെ പരിപാടി പോകും? പെയിന്റിംഗ് അല്ലേ? പരിപാടി